ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുക. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും. ഇവിടെ പറയുന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശ്രീകോവിലിൻ്റെ മുൻവാതിലുകളുടെ ഇരുവശത്തായി കൊത്തിവെച്ചിട്ടുള്ളതോ വരച്ച് വെച്ചിട്ടുള്ളതോ ആയ രണ്ട് രൂപങ്ങളുണ്ടാവും. അത് എന്താണെന്ന് ഇന്നും പലർക്കും അറിവില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഈ ശ്രീകോവിലിന് രണ്ട് വശത്തായിട്ട് ചുവരിനോട് ചേർന്ന് വച്ചിട്ടുള്ള വിഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ അത് ശ്രീകോവിലിൻ്റെ കാവൽക്കാരാണ്. ഇവരെ ദ്വാരപാലകർ അല്ലെങ്കിൽ ദ്വാദസ്ഥർമാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ശിവക്ഷേത്രത്തിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് കാണിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ, ഒന്ന് ശൂലപാണിയും മറ്റൊന്ന് പരശുപാണിയുമാണ്. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെയുള്ളതിൽ ഒന്ന് ചക്രപാണിയും മറ്റൊന്ന് ശംഖുപാണിയുമാണ് കാവൽക്കാർ. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ വജ്രഹസ്തനും ശക്തിപാണിയുമാണ് ആ ശ്രീകോവിലിൻ്റെ കാവൽക്കാർ എന്ന് പറയുന്നത്. മഹാഗണപതി ക്ഷേത്രത്തിൽ വജ്രദന്തനും മൃഗാസ്യനുമാണ് ദ്വാരപാലകന്മാർ. ശാസ്താവിനാണെങ്കിൽ വീരബാഹു, മഹാവീരൻ എന്നിവരാണ് ആ ശ്രീകോവിലിലെ കാവൽക്കാർ എന്ന് പറയുന്നത്. ഇനി ദുർഗാദേവി ക്ഷേത്രത്തിലാണെങ്കിൽ കാവൽക്കാരികളാണ് വരുന്നത്. ദുർഗാദേവി ക്ഷേത്രത്തിൽ ജയ, വിജയ എന്നിവരാണ് കാവൽക്കാരായിട്ട് വരുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ 4 നടയാണ്. ഈ 4 നടയിലും 2 കാവൽക്കാർ വീതം ഇതുപോലെ 4 നടയിലും ഉണ്ട്. അതിൽ കിഴക്ക് ഭാഗത്തായിട്ട് വരുന്നത് സുന്ദരി, സുമുഖി എന്നിവരും, തെക്ക് ഭാഗത്തായി വിരൂപ, വിമല എന്നീ 2 കാവൽക്കാരികളും, പടിഞ്ഞാറ് ഭാഗത്തായിട്ടായി അന്തകി, വന്ദനി എന്നീ 2 കാവൽക്കാരും, വടക്ക് ഭാഗത്തായിട്ടാണെങ്കിൽ പുരന്തിനി, പുഷ്പമർദിനി എന്നീ 2 കാവൽക്കാരികളുമാണ് ഉള്ളത്. ഇനി ഈ പറഞ്ഞ പ്രതിഷ്ഠകൾ ശ്രീകോവിലിൻ്റെ പുറത്ത് കാണാനില്ലെങ്കിലും, വരച്ചും വച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ ഇല്ലെങ്കിലും, ഈ പറഞ്ഞ ദ്വാരപാലകരുടെ സാന്നിധ്യം എല്ലാ ക്ഷേത്രത്തിലും എപ്പോഴും ഉണ്ടാവും. അവിടെ വിഗ്രഹം വേണമെന്നോ അല്ലെങ്കിൽ വരച്ച് വെച്ചേക്കണോ ഒന്നുമില്ല. അത് ആ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാകുക തന്നെ ചെയ്യും. ഈ ദ്വാരപാലകർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രപൂജാ വേളകളിൽ പ്രത്യേക നിവേദ്യം തന്നെ സമർപ്പിക്കാറുണ്ട്. നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്ര ദർശനത്തിനായി ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഒരു രൂപങ്ങളിലും തൊട്ടു തൊഴുവാൻ പാടില്ലാത്തതും, ബലിക്കല്ലിൽ നമസ്കരിക്കുവാനോ ചവിട്ടുവാനോ പാടില്ലാത്തതുമാകുന്നു. കൂടാതെ അഷ്ടദിക്പാലകരൊക്കെ ഉണ്ട്, ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും തൊടാനോ ചവിട്ടുവാനോ ഒന്നും പാടില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഗുണവും വരുത്തില്ല, ദോഷം മാത്രമേ വരുത്തുകയുള്ളൂ. അമ്പലത്തിനകത്ത് കയറി വിഗ്രഹങ്ങളിലോ മറ്റ് രൂപങ്ങളിലോ തൊട്ടു തൊഴുന്നത് ദോഷം മാത്രമേ വരുത്തുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.